കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ നമ്മുടെ വായയുടെ ഫലം നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയധികം നമ്മൾ നല്ലത് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും നല്ല കാര്യങ്ങളും നമ്മൾ എത്രയധികം വിളിച്ചു പറയണം അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സകലതും നമ്മൾ വിളിച്ചു പറഞ്ഞിരിക്കും തോറും കർത്താവ് ഹല്ലേലൂയ തൻ്റെ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. ചില തടസ്സങ്ങളെടുത്ത് ദൂരെ മാറ്റിക്കളയും. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. നമ്മളെ വർണ്ണിച്ചുകൊണ്ടിരിക്കും തോറും, നാം ആരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും തോറും കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വായയുടെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ വായയുടെ ഫലം അല്ലെങ്കിൽ നമ്മൾക്ക് ദിവസം ചെല്ലും തോറും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അറിവ്, ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവവചനം കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്നുള്ള മർമ്മങ്ങൾ വെളിപ്പെട്ട് നമുക്ക് ആ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാവുന്നു, ദൈവരാജ്യത്തിനെക്കുറിച്ച് മനസ്സിലാവുന്നു. ഇങ്ങനെ വരുമ്പോൾ സ്തോത്രം നമ്മൾ വളരുക ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു സ്കൂളിൽ ഇരുന്ന് നമ്മൾ പഠിക്കുമ്പം, നമ്മൾ ഓരോ ഗ്രേഡ് പഠിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലൊക്കെ നമ്മൾ പാസ്സായി കയറുമ്പോൾ നമ്മുടെ ലെവൽ കൂടുക, നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവൽ കൂടുക. നമ്മൾ എന്നിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു, അങ്ങനെയൊക്കെ പഠിച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ ഓരോ ലെവല് കൂടും. അപ്പോൾ നമ്മളുടെ ആ പഠിത്തത്തിൻ്റെ ലെവല് കൂടുന്നതനുസരിച്ച് നമുക്ക് ലോകത്തുള്ള അറിവ് കൊണ്ട് നമ്മൾ നിറഞ്ഞ്, നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നമ്മളെ അറിവുള്ളവരാക്കി തീർക്കുക ചെയ്യുന്നത്. നമ്മൾ ആ അറിവിനനുസരിച്ച് നമുക്ക് കഴിവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ ട്രേഡ്സ് ഒക്കെ പഠിക്കുന്നവർ, അവർ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞു ടെക്നിക്കൽ ട്രേഡൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ആ ഒരു 18-20 വയസ്സിനുള്ളിൽ ആ ടെക്നിക്കൽ ട്രേഡിൽ അവർ നല്ല മിടുക്കരായിരിക്കും. കുറേ അത് അഭ്യസിച്ച് കഴിയുമ്പോൾ അവർ വളരെ മിടുക്കരായിരിക്കും. അതേപോലെ തന്നെ അല്ലാതെ പഠിത്തത്തിനൊക്കെ പോകുന്നവർ, അവർ ആ പഠിത്തം കഴിഞ്ഞ് അവർക്കൊരു ഇൻറ്റേൺഷിപ്പ് കാണും, ട്രെയിനിങ് പീരീഡ് കാണും, അവർ പഠിച്ചവർ മിടുക്കരാകും, അവർ നല്ല എക്സ്പേർട്സ് ആകും. ഈ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെ കയ്യിൽ ചിലതൊക്കെ ഏൽപ്പിക്കാൻ പറ്റും. അവരൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പം അവരെ നല്ല പൊസിഷനിലിരുത്തും, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ട്രേഡൊക്കെ അറിയുന്നവരാണെങ്കിൽ അവരെ ഒരു സൂപ്പർവൈസറാക്കി ഇരുത്തും, അങ്ങനെയൊക്കെ ചെയ്യും. കാലം ചെല്ലും തോറും അവർക്ക് എക്സ്പീരിയൻസ് കൂടും. അവരെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് അറിവും ഒക്കെ ഉള്ളവരായത് കാരണം അവരെ ചില പൊസിഷൻസൊക്കെ ഏൽപ്പിക്കും. ദൈവരാജ്യവും ഇതേപോലെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ലോകത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ അവിടെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ദൈവരാജ്യത്തിനകത്തും അതുപോലെ തന്നെയാണ്. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു നമ്മൾ ദാസരായിട്ടിരിക്കുവാണെങ്കിൽ എന്നും കുന്നും ദാസരായിട്ടിരിക്കാം. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്ന എന്ത് വിളിക്കകത്തെ കാണുന്ന നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടി, നമ്മളതിനെ അഭ്യസിച്ച് നമ്മളതിൽ പഠിച്ചു, നമ്മൾ ദൈവവചനത്തിൽ വേര് പിടിച്ചു, നമ്മളെക്കുറിച്ച് പറയുന്നത് തിരിച്ചറിഞ്ഞ് നമ്മൾ വളരും തോറും ഹല്ലേലൂയ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായി തീരുക, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവരായി തീരുക, നമ്മൾ കഴിവുള്ളവരായി തീരുക. നമ്മളെ ചിലതൊക്കെ ദൈവത്തിന് ഏൽപ്പിക്കാൻ പറ്റും. ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. Galatians chapter 4 verse number 1. Think of it this way. If a father dies and leaves an inheritance for his young children, those children are not much better off than slaves until they grow up, even though they actually own everything their father had. എന്ന് വായിച്ചേ. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ആമേൻ. സ്തോത്രം. അപ്പം ശിശുവായി ഇരിക്കുന്ന പരുവത്തിൽ എന്താണ് അറിവും ഇതൊന്നുമില്ല. ആരെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ, ആരെങ്കിലും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, ആരെങ്കിലുമൊക്കെ പല കാര്യങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. അവർ ദാസന്മാരെ പോലെ തന്നെയാണ്, വീട്ടിൽ വരുന്ന വേലക്കാരെ പോലെ തന്നെയാണ്. അവരുടെ പദവി ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ വരുന്ന വേലക്കാരോട് അവരോട് പറയും, ദേ നിങ്ങൾ അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ, ഇതൊന്നെടുത്ത് വെച്ചേ എന്നൊക്കെ പറയും അല്ലേ. ഈ മക്കളും അവർ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് അറിവില്ല, അവർക്ക് പ്രാപ്തിയില്ല.
അത്രയും കാലം എന്ത് സംഭവിക്കും? അവരോട് ദേ ഇതെടുത്ത് വെച്ച് അതെടുത്ത് വെച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അവരെന്ത് കണ്ടാലും ചെറിയ കാര്യങ്ങൾ കണ്ടാലും ഭയക്കും. അവർക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വട്ടം കറങ്ങി അവർ നിൽക്കും. അതേപോലെയാണെന്നാ പറയുന്നത് ദൈവരാജ്യത്തിനകത്തെ ഒരു അവകാശിയും വളർച്ച പ്രാപിക്കാത്തിടത്തോളം കാലം. ഹല്ലേലൂയ. അപ്പം ഒരു വളർച്ച പ്രാപിക്കാത്ത, അല്ലെങ്കിൽ വളരാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വളരുന്നു എന്ന് പോലും തിരിച്ചറിവും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി, ഹല്ലേലൂയ, എന്നും കുന്നും ഈ പ്രായപൂർത്തി എത്താത്ത ശിശുക്കളെ പോലെയാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, ഹീസ് എ ടീച്ചർ, അല്ലേ? ഹീസ് എ കൗൺസിലർ, നമ്മളെ പഠിപ്പിക്കും എന്നാ യേശു കർത്താവ് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് വരുന്ന ഒരുവനുണ്ട്, അവൻ വന്നിട്ട് നിങ്ങളെ എല്ലാത്തിലും പഠിപ്പിച്ചെടുക്കും, നിങ്ങളെ എല്ലാത്തിലും ഓർമ്മിപ്പിച്ചെടുക്കും, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും, നിങ്ങളെ പഠിപ്പിക്കും. ഏറ്റവും നല്ലൊരു ടീച്ചർ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ഏതോ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിനകത്തും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവാത്മാവിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുക, ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടോ? സ്തോത്രം. നമ്മളുടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യവും ചില രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിനകത്തെ രഹസ്യങ്ങളും മർമ്മങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് വലിയൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും നമ്മൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് പാസ് ഔട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലേ? നമ്മൾ പാസ്സായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്താ? ചില എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ പാസ്സായി എന്ന് പറഞ്ഞ് കിട്ടും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്തും നമ്മൾ കടന്നു പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന പല കാര്യങ്ങൾ, നമ്മളൊരു എക്സാമിന് മുമ്പ്, സാധാരണ ലോകത്തുള്ള പിള്ളേർക്ക് ഭയങ്കര ടെൻഷനാണ്. അവർ എക്സാംസിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരിക്കും, അവർക്ക് ഓർമ്മ കിട്ടത്തില്ല, അത് ഇത് എന്നൊക്കെ കാണും. ദൈവരാജ്യത്തിനകത്തെ പരീക്ഷ, ഹല്ലേലൂയ, നമ്മൾ പലവരും പറയാറുണ്ട് തീയിലൂടെ ശോധനയെന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി പരീക്ഷ എഴുതിയെങ്കിൽ, അല്ലെ, നമുക്ക് വേണ്ടി എല്ലാത്തിലും കൂടെ കടന്നു പോയെങ്കിൽ, ഇനി നമുക്ക് ഒരു വലിയ തീയും കൊണ്ടുള്ള പരീക്ഷയിലൂടെയാണ് ഞാൻ ലോകത്ത് കടന്നു പോകുന്നേ എന്ന് നമ്മൾ ആരും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഭൂമിയിൽ പരീക്ഷ എഴുതുന്നത്, എക്സാംസ് ഒക്കെ എഴുതുന്നത് കാണാതെ പഠിച്ചും ഒരുപാട് ടെൻഷൻ അടിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഏത് പരീക്ഷയിലൂടെ, ലോകത്തിനകത്തെ സകല പരീക്ഷയിലൂടെയും കടന്നു പോകുന്ന കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണാതൊന്നും ഇരിക്കത്തില്ല. നമ്മൾ ആരും സകലത്തിലും പൂർണ്ണമായി എല്ലാ ഇതിലും നമ്മൾ നല്ല മിടുക്കരായി ഇരിക്കുന്നവരൊന്നുമല്ല. എല്ലാവർക്കും പല വിധത്തിൽ വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും, സ്തോത്രം, നാം വിളിച്ചു പറയുന്ന, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ വായുടെ ഫലം നമ്മൾ അനുഭവിക്കുമെന്ന്. സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കാണാതെ പഠിക്കും, അല്ലേ? എന്നിട്ട് അവരെ നോക്കിക്കുക, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ജൽപ്പനം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. എന്നുവെച്ചാൽ അവർ ഓർമ്മ കിട്ടുക, അല്ലേ? ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്തെ ഓരോ പരീക്ഷയും നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ, ദാസന്മാർ കടന്നു പോകുന്നത് പോലെ അല്ല, അല്ലേ, മക്കളും അവകാശികളും കടന്നു പോകുന്നത് പോലെയാ നമ്മൾ, അല്ലേ, ഓരോ പരീക്ഷയ്ക്കകത്തൂടെ കടന്നു പോകേണ്ടത്. മക്കളും അവകാശികളും എങ്ങനെയാ കടന്നു പോകുന്നത്? ഓരോ വിഷയത്തിനകത്തൂടെ അവർ റിസോഴ്സിനെ ടാപ്പ് ചെയ്യും, അല്ലേ? ഒരു വീട്ടിനകത്ത്, അതാണ് ആ 4:1, വീട്ടിനകത്തെ അപ്പൻ മരിച്ചു പോയാൽ അപ്പൻ്റെ മക്കൾക്ക് അവകാശമെല്ലാം ഇട്ടേച്ചു പോകും. ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട്, അവർക്ക് പ്രായപൂർത്തി എത്താത്തവരായതുകൊണ്ട് അവർക്ക് ആ ഒറ്റ
നന്മയ്ക്കകത്ത് അവർക്ക് കൈവെക്കാൻ പറ്റത്തില്ല. അപ്പൻ്റെ ഒറ്റ സ്വത്തിനകത്തേക്ക് അവർക്ക് കൈവെക്കാൻ പറ്റില്ല. ആരൊക്കെ കൺട്രോൾ ചെയ്യുക, ഏതോ മധ്യസ്ഥര് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. മധ്യസ്ഥര് പറയും നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് തരാം. മധ്യസ്ഥരുടെ അടുത്തേക്ക് ഇവർ ഓടിച്ചെല്ലണം. എന്നിട്ട് ഇവർ പറയണം, ദേ ഞങ്ങൾക്ക് ചെലവിന് ഇച്ചിരി തരണം കേട്ടോ എന്ന് പറയണം. പക്ഷെ ഒരു പ്രായപൂർത്തിയായി ഞാൻ അപ്പൻ്റെ വീട്ടിലെ ഭവനക്കാരിയാ, അല്ലെങ്കിൽ ഞാൻ അപ്പൻ്റെ മകളാ എന്ന് തിരിച്ചറിവുള്ള ഒരു കുട്ടി എന്ത് ചെയ്യും? ഹല്ലിയ, അവളോ അവനോ ഓടിച്ചെന്ന് ഇത് ഞങ്ങളുടെ അവകാശമുള്ളതാ, ഇത് എൻ്റെ സ്വത്താ, നിങ്ങൾക്കാർക്കും ഇതിൽ കൈവെക്കാൻ പറ്റത്തില്ല, മാറി നിന്നേ എന്ന് പറഞ്ഞിട്ട് ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങും. എങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും? ബുദ്ധിയോടെയും അറിവോടെയും പരിജ്ഞാനത്തോടെയും കൈകാര്യം ചെയ്യാൻ തുടങ്ങും. എന്താ? വളർച്ച പ്രാപിച്ചു. ഹല്ലേലൂയ. തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. ഈ കൃപയ്ക്കകത്ത് കയറി നിന്ന് അറിവുണ്ടായി. ഹല്ലേലൂയ. അറിവുണ്ടായിട്ട് മധ്യസ്ഥരോടും വേലക്കാരോടും പറയും, നിങ്ങളൊന്ന് മാറി നിന്നേ, ഞാനിത് കൈകാര്യം ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ ഈ പിടിച്ചു വെച്ച്, അല്ലെങ്കിൽ ഈ ഞങ്ങൾ വഴി നടത്താം എന്നൊക്കെ പറഞ്ഞവർ മാറിപ്പോകും. നമുക്കിന്നൊന്ന് ലോക പശ്ചാത്തലത്തിലെടുക്കാം. അതിൻ്റെ 3-ാം തിരുവചനം വായിച്ചിട്ട് നമുക്കത് മനസ്സിലാകാൻ തുടങ്ങാം. 4:3. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെയും കീഴിൽ അടിമപ്പെട്ടു. ആദ്യ പാഠങ്ങളിൽ നമ്മൾ അടിമപ്പെട്ട് കിടന്നു. സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്. ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആദ്യ പാഠങ്ങളൊക്കെ എന്തുവായിരുന്നു? ഞാൻ പറയാം, ഒരു 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഞങ്ങളൊക്കെ ആയിരുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു, വെള്ളിയാഴ്ച ദിവസവും നമ്മൾക്ക് പണമൊന്നും ആർക്കും കൊടുക്കണ്ട, കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം പോകും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞ്, ഈ വിശ്വാസത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടു. വിശ്വാസത്തിൽ നിന്നിട്ടും അതിനപ്പുറം കാര്യങ്ങൾ പറഞ്ഞ് മറഞ്ഞിരിക്കുന്നവരെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. അവർ പറഞ്ഞു, അയ്യോ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളും ഒന്നും എങ്ങനെ കൊടുക്കത്തില്ല, ഞങ്ങളും എന്നും പോകത്തില്ല. അതെന്താ? അത് കർത്താവിനെ ക്രൂശിൽ വെച്ച ദിവസമല്ലേ പറഞ്ഞു. അതിലും അപ്പുറമായിട്ട് ഞങ്ങൾ ചിലതൊക്കെ കേൾക്കാൻ തുടങ്ങി. കർത്താവ് വരും, കർത്താവ് വരും, നമുക്കറിയാം കർത്താവ് വരും, ഉറപ്പായിട്ടും വരും. നമ്മളെ ചേർക്കാനായിട്ട് കർത്താവ് വരും. കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരും. പക്ഷേ കർത്താവ് എവിടെങ്കിലും പറഞ്ഞോ, ഞാൻ അടയാളങ്ങൾ നടക്കുന്നുണ്ട്, കർത്താവ് വരുമെന്ന് പറഞ്ഞപ്പം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എനിക്കും അറിയത്തില്ല, അപ്പന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഭൂമിയിൽ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അവർ പറയും, കർത്താവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ട, കർത്താവ് ഇങ്ങനെ 2 വിരൽ വെച്ചു, 3 വിരൽ വെച്ചു, അപ്പം കർത്താവ് 2000 ആണ്ടിൽ വരും, 2000 ആണ്ടും കഴിഞ്ഞ് ഇത്രയുമായി, നമ്മളോട് പറഞ്ഞിട്ടില്ല ഹല്ലേലൂയ ഇന്ന ദിവസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. നമ്മളോട് പറഞ്ഞത് കാത്തിരിക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം ഈ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് എന്താ സംഭവിക്കുന്നത്? അതിനകത്തെ അടിമയായി തീരുക, അതിനകത്തെ ഭയത്തിനകത്ത് വീണു പോകുക. സ്തോത്രം. ചില ആണ്ടും കാലങ്ങളും രീതികളും അല്ലേ, പല ഒരു നിസ്സാര കാര്യമാണ് ഉപവാസം. നമ്മൾ എന്തിനാ ഉപവാസം നോക്കുന്നത്? ഉപവാസം നോക്കുന്നത് കർത്താവിനോട് പറ്റിച്ചേരാൻ വേണ്ടിയാ, കർത്താവുമായിട്ട് ഒന്നായിരിക്കാൻ വേണ്ടിയാ. ഉപവസിക്കുന്നതിൻ്റെ ഇടയിൽ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഇന്ന് ഫുൾ ഉപവാസമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇടയ്ക്ക് അങ്ങ് മറന്നുപോയി, ഞാനങ്ങ് ഭക്ഷണം കഴിച്ചു, ഇനി കർത്താവ് എന്നെ ശിക്ഷിക്കും, ഇനി ഞാൻ ഒന്നേന്ന് തൊട്ട് ഞാൻ തുടങ്ങണം. അതെവിടെ? സ്പിരിച്വൽ പ്രിൻസിപ്പിൾസിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോഴും 5-ാം ക്ലാസ്സിൽ കിടക്കുക, അത് കാരണമാണ്. 10-ാം ക്ലാസ്സിൽ എത്തിയിട്ട് ബോർഡ് പരീക്ഷ പാസ്സായില്ല, അത് കാരണമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസാ ഒരു നാൾ നമ്മളെ നിയന്ത്രിച്ചത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് പറഞ്ഞു, എന്ത് കൊടുത്തു, ഇതൊക്കെ എന്നെ നിയന്ത്രിച്ചത്. എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് അവരിങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇനി എനിക്ക് എന്ത് സംഭവിക്കും? അതല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. കാലും ആണ്ടും സമയവും അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്നതോ കർത്താവിൻ്റെ കൃപയാണ്
നമ്മളെയാ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ നിയന്ത്രിക്കുന്നതോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദിനം തോറും ആലോചനകൾ പറഞ്ഞു തന്ന് അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പലവരും ലക്ഷണങ്ങൾ നോക്കും അല്ലേ, ലക്ഷണങ്ങൾ നോക്കി അടയാളങ്ങളൊക്കെ നോക്കി എന്നിട്ട് പറയും, ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഓ ഞാനിനി ആ വഴിയിലോട്ട് ഇറങ്ങുന്നില്ല. അവരോട് ആരോടോ സുവിശേഷം പോവാൻ ഇരുന്നതാ, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്താ തടസ്സം കണ്ടു സിസ്റ്ററെ, ഇനി അങ്ങോട്ട് പോകത്തില്ല. നോ. ഹല്ലേലൂയ. കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ഹല്ലേലൂയ നമ്മൾ പല കാര്യങ്ങൾക്കകത്ത് ഇറങ്ങിത്തിരിഞ്ഞ് ദൈവശബ്ദം കേട്ടിട്ടാണോ നമ്മൾ ഇറങ്ങിത്തിരിഞ്ഞത്? എന്നാൽ കർത്താവിന് മാത്രമേ അടിമയാകാവൂ. ലോകത്ത് കാണുന്ന സംഭവങ്ങൾക്ക് നമ്മൾ അടിമയായി തീരല്. തിരുവചനം പറയുന്നു, we were slaves to the basic spiritual principles of this world. ഈ ലോകത്തിൻ്റെ ചില ആ വാക്യത്തിന് എന്താ പറയുന്നത്? ഒന്നും കൂടെ വായിച്ച ആ വാക്യം, മൂന്നാമത്തെ. നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടു. ഇനി അതിന്റെ 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ അറിയാമെന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ നന്നായിട്ട് അറിയാം. എന്നിട്ട് വചനം ചോദിക്കുക, പിന്നെ എന്തിന് നിങ്ങൾ ഈ ആദ്യ പാരമ്പര്യത്തിനകത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ആ വചനം ഇങ്ങനെയാ പറയുന്നത്, so now that you know God, or should I say now that God knows you, why do you want to go back again and become slaves once more to the weak and useless spiritual principles of this world? Hallelujah. എന്തിനാണ് മടങ്ങിപ്പോകുന്നത്? ഞാൻ പറയട്ടെ, ഇന്ന് വചനം കേട്ട് ത്തിനെ അനുസരിച്ച് ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കണം. വചനം കേട്ടിട്ട് സത്യം അറിഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു ഭവനത്തിനകത്തെ മക്കളുടെ പദവിയിലേക്ക് എത്താൻ ശ്രമിക്കണം. അല്ലാതെ മടങ്ങിപ്പോയി ഹല്ലേലൂയ ഇട്ടേച്ചു വന്നതിൻ്റെ പിന്നാലെ പോകാൻ ശ്രമിക്കല്ലേ. ഹല്ലേലൂയ. സത്യത്തിനെ വിട്ടേച്ച് പഴയ ആ മധ്യസ്ഥത്തിനകത്തേക്കും കള്ളത്തരത്തിനകത്തേക്കും തെറ്റു പറയുന്നതിനകത്തേക്കും ഉള്ളതല്ലാത്തതിനെ പഠിപ്പിക്കുന്നതിനകത്തേക്കും മടങ്ങിപ്പോകല്ല്. ആദ്യ പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകല്ല്. അന്ന് മധ്യസ്ഥര് വേണമായിരുന്നു, ഇന്നോ മധ്യസ്ഥര് വേണ്ട. ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവിൻ്റെ രക്തത്താൽ, യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തതാൽ നമ്മളെ മക്കളാക്കിയിരിക്കുക. 4:1 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ദാസരെക്കാട്ടിലും ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ഗലാത്യരുടെ ലേഖനം 3:29 ദൈവാത്മാവിൽ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക, now that you belong to Christ, you are the true children of Abraham, you are his heirs, and God's promise to Abraham belongs to you. അന്ന് വായിച്ചേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദാനപ്രകാരം അവകാശികളും ആകുന്നു. ആമേൻ. വാഗ്ദാനപ്രകാരം അബ്രഹാമിന് ലഭിച്ച അവകാശത്തിന്റെ അവകാശിയാകുന്നു എന്ന വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യു ആർ ഹിസ് heirs and God's promise to Abraham belongs to you. ഇന്ന് പറഞ്ഞേ, ഞാനൊരു അവകാശിയാണ്, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്. ദൈവത്തിൻ്റെ അവകാശിയായിട്ട് വേണം ജീവിക്കാൻ. ദൈവത്തിൻ്റെ അവകാശി ഹല്ലേലൂയ ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ദൈവത്തിൻ്റെ അവകാശി അയ്യോ കൂടോത്രമാ മന്ത്രവാദമാണെന്ന് കേൾക്കുമ്പം 10 കയ്യടി കൂടുതൽ അടിക്കത്തില്ല. ഞാൻ പറയട്ടെ, കൂടോത്രവും മന്ത്രവാദവും തൊടത്തില്ല. ഗലാത്യ സഭയോട് ഇത് എഴുതാൻ കാരണമുണ്ട്. ഗലാത്യ സഭ എന്ത് ചെയ്തു? ഹല്ലേലൂയ 3:1 വരുമ്പോൾ അപ്പോസ്തലൻ പറയുക, അയ്യോ ബുദ്ധിയില്ലാത്ത ഗലാത്യക്കാരെ, നിങ്ങളുടെ മേൽ ആരാ ഇങ്ങനെ ഒരു പണി ചെയ്തെന്ന് വായിച്ച 3:1. ഓ ഫൂലിഷ് ഗലേഷ്യൻസ്, ഹു ഹസ് കാസ്റ്റ് an evil spell on you, for the meaning of Jesus Christ's death was made as clear to you as if you had seen a picture of his death on the cross. അന്ന് വായിച്ചേ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഇത് പറയാൻ കാരണമുണ്ട്. 3 കൂടെ ഒന്ന് വായിക്കാം. അന്ന് വായിച്ചേ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവും കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് പൂർത്തിയാക്കുന്നു. കണ്ടോ, ആത്മാവിന്റെ ശക്തിയിൽ ആരംഭിച്ചു, പക്ഷെ ഇപ്പം പറയുക, അയ്യോ ഞാൻ ഇനിയും 21 ഇരുന്നാലേ ഇത് മാറത്തുള്ളൂ.
ആത്മാവിൽ ആരംഭിച്ചതാ. പക്ഷേ പറയുക, ഞാൻ 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. ആത്മാവിൽ ആരംഭിച്ചതാ. പക്ഷേ ഇന്ന് വിളിച്ചു പറയുക, അയ്യോ സിസ്റ്ററെ, പഴയതുപോലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തോ ബന്ധനം കയറി വന്നതാ. ആത്മാവിൽ ആരംഭിച്ചതാ. പക്ഷെ പറയുക, വീട്ടിനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് പറയാം, ഞാൻ ആത്മാവാ ശരിയാ, പക്ഷെ വീട്ടിനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് പറയാം, എന്താ പറയാനാ, മുഴുഭൂതമാ. അയ്യോ എവിടെ പോയി? ഗലാത്യ സഭയോട് ചോദിക്കുക, ഗലാത്യരെ, നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരോ? നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ലോകത്തെ പല കാര്യങ്ങൾ കേട്ടിട്ട് ഭയന്നിരിക്കുക. ഹല്യ, ഭയപ്പാട് ഹല്ലേലൂയ അടിമയ്ക്കുള്ളതാ, ഭയപ്പാട് മക്കൾക്കുള്ളതല്ല. ഇന്ന് ഭയം എവിടെയെങ്കിലും ഒന്നും കയറിയോ? സ്തോത്രം. ഇന്ന് വചനം കേൾക്കാൻ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചില കാര്യങ്ങൾക്കകത്ത് ഭയപ്പെട്ടിരിക്കുക. മക്കളെയൊക്കെ നോക്കിയിട്ട് പറയും, ഇതെന്തോ ആയി തീരും കർത്താവേ. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വ്യാഴാഴ്ച ദിവസം മാറ്റി വെച്ചിരിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷെ പറയുക, എന്തോ ചെയ്യാനാ കർത്താവേ, ഈ മക്കളെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. സ്തോത്രം. അടിമയായിപ്പോയി. ഹല്ലിയ. മക്കളെ നോക്കിയിട്ട് വിളിച്ചു പറയേണ്ട കാര്യം കർത്താവിനാൽ ഉപദേശിക്കപ്പെടും. ഹല്ലിയ. സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ല കാണുന്നത്. പക്ഷെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, മക്കളാൽ എൻ്റെ യഹോവയാൽ എൻ്റെ മക്കള് ഉപദേശിക്കപ്പെടും. സ്തോത്രം. അവർ ദൈവസമാധാനം അനുഭവിക്കും. ഭർത്താവിനെ നോക്കിയിട്ട് പറയാം, ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, എന്താ ഒരു മനുഷ്യനാ. ഹല്ലിയ. പക്ഷെ കർത്താവിൻ്റെ വചനം ദേ കിടക്കുന്നു, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്നത് പോലെ തന്നെയാണ് കർത്താവും നിങ്ങളും ഒന്നായിരിക്കുന്നത്. വിളിച്ചു പറയുന്നുണ്ട്, കർത്താവും ഞാനും ഒന്നാ. പക്ഷെ ഭർത്താവിനെ നോക്കിയിട്ട് പറയാം, ഇത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, എന്തോ ഒരു മനുഷ്യനാ. ഹല്ലിയ. പക്ഷെ വചനം കിടക്കുന്നു, ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്ന പോലെ കർത്താവും നിങ്ങളും ഒന്നായിരിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. അയ്യോ സ്തോത്രം. കർത്താവിൻ്റെ വചനം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ നീ അടിമ തന്നെയാ. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ അടിമയല്ലെന്ന് പറഞ്ഞേ. സ്തോത്രം. ഞാൻ മക്കളാ, ഞാൻ അവകാശിയാ. ഹല്ലേലൂയ. ഇന്ന് ബോധത്തോടെ, സുബോധത്തോടെ, ഇന്ന് എവിടൊക്കെയാണോ അടിമയുടെ വാക്ക് വിളിച്ചു പറയുന്നത്, ഇന്ന് എവിടൊക്കെയാണോ പറയുന്നത്, കർത്താവ് എനിക്കറിയില്ല ഇതെങ്ങനെയാ ചെയ്യണ്ടേന്ന്, അങ്ങനെ പറയുന്ന ചിലവരുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും, ഭയങ്കര കൃപയും അഭിഷേകവും പ്രാർത്ഥിക്കും. പക്ഷെ പറയും, ഒരു ജോലി ഏൽപ്പിക്കപ്പെടുമ്പോൾ, ഒരു വിഷയത്തിനകത്ത് നിൽക്കുമ്പം കർത്താവിനോട് പറയും, കർത്താവ് എനിക്കറിയത്തില്ല ഇതെങ്ങനെയാ ചെയ്യണ്ടേന്ന്. അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ ആരോട് ചെന്നിനും ചോദിക്കും, കടം മേടിക്കാൻ ഞാൻ എന്ന് പറയും. സ്തോത്രം. ഇന്ന് അതവിടെ നിൽക്കട്ടെ. ഇന്ന് പറഞ്ഞേ, ഞാൻ അവകാശിയാ. അവകാശി എന്താ ചെയ്യുന്നത്? ദേ വചനം 4:1 തുടങ്ങിയത്, അപ്പൻ മരിച്ചിട്ട് അപ്പൻ്റെ നന്മ മൊത്തം മക്കൾ കിട്ടേച്ചു പോയി. മക്കൾക്ക് തൊടാൻ പറ്റത്തില്ല. എന്താ? അവരടിമയാ. പക്ഷെ അവർക്ക് സുബോധമുണ്ടാകുന്നു, ഞാൻ അവകാശിയാണെന്നല്ലേ. സുബോധമുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാ? നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വല്ലതും എടുത്തോണ്ട് പോകാൻ പറ്റുമോ? കഴിവില്ലാത്ത പിള്ളേരാണെങ്കിൽ പറയും, അവരെടുത്തോണ്ട് ഞാൻ എങ്ങനെയാണ് അവരോട് പറയുന്നത്, ഞാൻ മിണ്ടാതിരിക്കുക. എന്നിട്ട് അപ്പനോടും അമ്മയോടും വന്ന് പറയും, മമ്മ കണ്ടോ അതാണ്ട് അവർ നമ്മുടെ സാധനം എടുത്തോണ്ട് പോകുന്നേ. പക്ഷെ നല്ല കഴിവുള്ള പിള്ളേരാണെങ്കിലോ, 4 വയസ്സുണ്ടെങ്കിലും അവർ 4 വയസ്സ് മതി, അവർ ചെന്നിട്ട്, നിങ്ങൾ എന്താ എടുക്കുന്നത്, അതെൻ്റെ അമ്മയുടെ സാധനം, അതവിടെ വെച്ചിട്ട് പോയിക്കേ എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് ഞങ്ങളുടെയാ. കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത്? 4 വയസ്സ് 5 വയസ്സുള്ള പിള്ളേർ, അവർ പറയും എടുക്കല്ല, അത് ഞങ്ങളുടെയാ, തരത്തില്ല എന്ന് പറയും. സ്തോത്രം. ഇന്ന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഞാൻ അവകാശിയാ, എൻ്റെ അപ്പൻ്റെ അവകാശിയാ. അപ്പൻ്റെ അവകാശി എന്താ ചെയ്യുന്നത്? നന്മയ്ക്കകത്തോട്ട് കൈവെക്കും. ഹല്ലേലൂയ. നന്മയ്ക്കകത്തോട്ട് കൈവച്ചിട്ട് പറയും, ഇത് എനിക്ക് അവകാശമുള്ളത്. ഇന്ന് നന്മയ്ക്കകത്തോട്ട് കൈവെക്കുന്ന പകൽക്കാലമാകട്ടെ. ഹല്ലേലൂയ. വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ഭയങ്ങളും വേണ്ടാത്ത നിരാശകളും വേണ്ടാത്ത പഠിപ്പീരും സകലതും ഇന്ന് പൊളിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിൽ ശക്തി നേടിയ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളെ ആത്മാവ് നിയന്ത്രിക്കട്ടെ. സ്തോത്രം. ആത്മാവ് ചെയ്തതെല്ലാം വ്യർത്ഥമാക്കി കളയാതെ, മനുഷ്യ ബുദ്ധിയാലും മനുഷ്യ പ്രവൃത്തിയാലും മനുഷ്യ ശക്തിയാലും അല്ല. ഇന്ന്
പിശാച് എവിടെയെങ്കിലുമൊക്കെ കൈ വെച്ചുകൊണ്ടിരിക്കുവാണെന്നൊക്കെ കേട്ട് ഭയപ്പെട്ടിരിപ്പുണ്ടോ? ഇന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറ, പിശാചെ നീ കൈയെടുത്ത് മാറ്റിക്കേ, ഇത് എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കളുടെ മേലോ ഭർത്താവിൻ്റെ മേലോ അപ്പൻ്റെ അമ്മയുടെ മേലോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഭയപ്പെട്ടിരുന്നിട്ട് അവിടെ പറയുന്നുണ്ടോ, അയ്യോ പിശാച് കൈവച്ചുകൊണ്ടിരിക്കുക, പിശാച് ഫുട്ബോൾ തട്ടോ എന്നൊന്ന് ചെന്നിട്ട് പറഞ്ഞേ, കൈ മാറ്റിക്കേ, ഇത് എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഇത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നന്മയാ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൈവശമാക്കിക്കേ. ഹല്ലേലൂയ. ഇന്ന് മക്കളെങ്കിൽ ശക്തിയുള്ളവരാ, മക്കളെങ്കിൽ സുബോധമുള്ളവരാ, മക്കളെങ്കിൽ വളർച്ചയുള്ളവരാ, മക്കളെങ്കിൽ അവകാശിയാണെന്ന് തിരിച്ചറിയും. ദൈവരാജ്യത്തിൻ്റെ സകല നന്മകളുടെയും ഓഹരിക്കാരും പങ്കുകാരും അവകാശികളുമാണ് നമ്മൾ ഓരോരുത്തരും. വളർച്ച എത്തണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എന്നെ വളർച്ചയിലേക്കൊന്ന് എത്തിച്ചേ. പരിശുദ്ധാത്മാവ് സകലരെയും ബലപ്പെടുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകലരും ഹല്ലേലൂയ അവനവൻ്റെ ആ വിളിക്കനുസരിച്ച് അവനവന് ലഭിക്കേണ്ട നന്മയ്ക്കനുസരിച്ച് തിരിച്ചറിവുണ്ടായി ക്രിസ്തുവായ തലയോളവും വളരുവാൻ പ്രാപ്തരാകട്ടെ, ശക്തരാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.